ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. വിഷുവൊക്കെ എടുക്കല്ലേ, ഒരു വിഷു ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന കുപ്പി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഒരു വെള്ള പ്ലാസ്റ്റിക് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാ നമ്മളങ്ങനെ പ്ലാസ്റ്റിക്കിൽ നിന്നൊരു നീണ്ടൊരു പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വീതിയിലുള്ള പീസ് നോക്കിയെടുക്കുക. എന്നിട്ട് ആ പീസ് നമ്മൾ ത്രികോണാകൃതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി 2 പ്രാവശ്യം മടക്കണം. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ 2 അറ്റങ്ങളും കൂട്ടി മടക്കണം. ഇതാ ഇങ്ങനെ. ഇത് നമ്മൾ അടിഭാഗം നന്നായിട്ട് ഒന്ന് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റർ എടുത്തിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഉരുക്കിയെടുക്കണം. ഇതാ നമ്മൾ അങ്ങനെ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. നമ്മൾ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്നല്ലേ, ഇത് നമ്മൾ കണിക്കൊന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെറ്റൽസ് കുറച്ച് കൂടുതൽ വേണം. ഇതാ നമ്മൾ അടിവശം ഒന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ അവിടെ കുറച്ച് നിന്നോളും. ഇപ്പോൾ ഒരു പെറ്റിൻ്റെ ഷേപ്പായില്ലേ, അതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യണം. യെല്ലോ കളറാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും യെല്ലോ കളർ കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടിലിൽ ഒരു പച്ച കളർ പെയിൻറ് അടിച്ചിട്ട് വരണം. ഓക്കെ, ഇതാ നമ്മളങ്ങനെ പച്ച കളർ അടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വുളൻ ത്രെഡാണ്. വുളൻ ത്രെഡ് നമ്മൾ കണിക്കൊന്നയുടെ തണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ മുതൽ ഒരു 1/4 ഭാഗം വരെ, കുപ്പിയുടെ 1/4 ഭാഗം വരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ പെറ്റൽസ് കണിക്കൊന്നയുടെ ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ച് വെക്കണം.
ഒന്നാമത്തെ പെറ്റൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കാം. കണിക്കൊന്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്നയുടെ ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ വിരിയാത്ത മുട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ മുട്ടുകൾക്ക് ഞാനിവിടെ മുത്തുകൾ പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണിക്കൊന്നേൻ്റെ നടുവിലുള്ളൊരു വാല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിനായിട്ട് ഞാനിവിടെ കമ്പി എടുത്തിട്ട് അതിൽ ഫ്ലവർ ടേപ്പ് ഒട്ടിച്ച്, പച്ച കളർ ഫ്ലവർ ടേപ്പ് ഒട്ടിച്ചിട്ട് മുറിച്ച് നടുവിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പൂവിൻ്റെ പണിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റിൽ അയക്കണേ. എന്നാൽ നമ്മളെ വീഡിയോ ഫുള്ളായിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ എടുത്തിട്ട് നമ്മൾ കണിക്ക് വെക്കുന്ന കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് ഞാനിവിടെ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു വിളക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് വിളക്ക്. പിന്നെ പൈനാപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കയാണ് ഇത്, ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളരി, പിന്നെ 2 പയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചിരട്ടയല്ല തേങ്ങയിൽ നമ്മൾ വിളക്കത്തിച്ച് വെക്കാറുണ്ട്, അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വാൽക്കണ്ണാടി, പിന്നെ ഇതാ 2 നാണയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു മാല ഉണ്ടാക്കിയിരുന്നു, മാല പൊട്ടിപ്പോയി, സാരമില്ല, അത് വേണ്ട. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കൊരു കണി കൂട്ടാം. ഓക്കെ, നമ്മളപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു പാത്രമാണ്. നിങ്ങളെ കയ്യിലുള്ള കുഞ്ഞൊരു ബൗള്, പ്ലാസ്റ്റിക് ബൗൾ എടുത്താൽ മതി. ഇത് നമ്മൾ നടുകയായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇതാ അപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ നടുകയല്ല, ഒരു 1/4 ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളത് വെച്ച് നോക്കുകയാണ് അത് രസമുണ്ടോയെന്ന്. അപ്പോൾ ഇനി നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ട സ്ഥലം എന്ന് നോക്കാം. എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന്, എവിടെ ഒട്ടിച്ചാലാണ് ഭംഗി നോക്കണം ആദ്യം. അപ്പോൾ ഇവിടെ കറക്റ്റാണ്, അപ്പോൾ അവിടെ ഒട്ടിച്ചിട്ട് വരാം. ഇതാ നമ്മളങ്ങനെ ഒട്ടിച്ച് കളർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഉണ്ട്, എന്നാലും ആ ഗോൾഡൻ കളർ പ്ലാസ്റ്റിക്കിൽ എന്നിട്ട് കളറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ച പശയുടെ പേരാണ് ഫെവി ബോണ്ട്. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ് ദാ ഇവിടെ നമ്മളെ കുപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉരുളിയുടെ പോലൊരു കുഞ്ഞി പാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അരിയാണ്. അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് ഉരുളിക്കകത്ത് കുറച്ച് അരി ഇടുവാണ്. നമ്മളിപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനി നമുക്ക് കണീൻ്റെ സാധനങ്ങളൊക്കെ വെക്കണം. അരി റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വിഷുവിൻ്റെ ബോട്ടിലാട്ട് റെഡി ആയിട്ടോ. നമ്മുടെ വിഷുക്കണി വെച്ചതിൻ്റെ നേരെ മേലെയായിട്ട് കണ്ണൻ്റെ ഫോട്ടോ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.